കേരളത്തിൽ ക്ഷീരോത്പാദന മേഖലയിൽ പലവിധമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിനു പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പാൽ സംഭരിച്ച് ഇവിടെ വിതരണം ചെയ്യുന്നു. എന്നിട്ടും നമുക്ക് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നില്ല എന്ന പരാതിയാണ്. ഇവിടെയാണ് ക്ഷീര കർഷകരുടെ, പ്രത്യേകിച്ച് റോബിൻ മാത്യു പൂച്ചപ്പുറത്ത് എന്ന യുവ കർഷകന്റെ സംരംഭം നമ്മൾ എടുത്തു പറയേണ്ടത്. ഇടുക്കി ജില്ലയിലെ ഒരു സമ്പന്നമായ ഗ്രാമപഞ്ചായത്താണ് വാത്തിക്കുടി. പച്ചക്കറിയിലും പാൽ ഉൽപാദനത്തിലും മുന്നിട്ട് നിൽക്കുന്നു. 3 പാൽ സൊസൈറ്റികളിൽ മാത്രം 30,000 ലിറ്റർ പാൽ ദിവസവും സംഭരിക്കുന്നു. വാത്തിക്കുടി പഞ്ചായത്തിലെ കിളിയാർ കണ്ടത്ത് ക്ഷീരസമൃദ്ധിയുടെയും പച്ചക്കറി ഉൽപാദനത്തിന്റെയും ഹരിതഗാഥ തീർക്കുകയാണ് മന്നത്തറ പൂച്ചപ്പുറത്ത് റോബിൻ എന്ന 28കാരൻ. 18 വയസ്സു മുതൽ കൃഷിയിടത്തിലിറങ്ങി. ഒപ്പം കാലി വളർത്തലും ആരംഭിച്ചു. അച്ഛൻ മാത്യുവിന്റെ മരണശേഷം ഉപജീവന മാർഗമായി റോബിൻ തിരഞ്ഞെടുത്തത് കൃഷിയായിരുന്നു. ഇപ്പോൾ ഇവിടെ വലിയ 2 തൊഴുത്തുകളിലായി 20 ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ഇനം പശുക്കളാണ് ഉള്ളത്. പൊതുവെ കറുപ്പും വെളുപ്പും നിറത്തോടുകൂടിയ ശരാശരി 400 മുതൽ 500 കിലോഗ്രാം വരെ ശരീരഭാരമുള്ള വലിയ പശുക്കളാണ് ഇവ. HFന്റെ പാലിൽ കൊഴുപ്പിന്റെ അളവ് കുറവാണ്. ശരാശരി ഉൽപാദനം 25 ലിറ്ററിൽ അധികമാണ്. ഹോളണ്ടാണ് HFന്റെ ജന്മദേശം. കാലിത്തൊഴുത്ത് നിർമ്മാണം, പശുക്കളെ തിരഞ്ഞെടുക്കൽ, അവയുടെ പരിപാലനം ഇവയെല്ലാം റോബിൻ സ്വന്തമായി തന്നെ ചെയ്യുന്നു. വിദഗ്ധ ഉപദേശം ആവശ്യമായി വന്നാൽ അടുത്തുള്ള മൃഗ ഡോക്ടറെ സമീപിക്കാറുണ്ട്. പശുക്കളിലെ രോഗം നിയന്ത്രിക്കുന്നതിനും ഉയർന്ന ഉൽപാദനക്ഷമത നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ കാലിത്തൊഴുത്ത് ആവശ്യമാണ്. തൊഴുത്ത് സൂര്യപ്രകാശം ഏറ്റ് ഉണങ്ങിക്കിടക്കുന്നതാണ് നല്ലത്. താപനിയന്ത്രണത്തിന് മേൽക്കൂര മേച്ചിൽ ഓടുകൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഉത്തമം. എന്നാൽ ഇവിടെ നല്ല ഉയരത്തിലുള്ള തൊഴുത്ത് ഷീറ്റ് ഇട്ടിരിക്കുന്നു. ചുറ്റും നെറ്റുമിട്ട് മറച്ചിരിക്കുന്നു. എപ്പോഴും പാട്ട് കേൾക്കാനായി സ്പീക്കറും ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ പകൽ സമയങ്ങളിൽ പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. പശുക്കൾക്ക് കാറ്റ് കൊള്ളാനായി ഫാൻ സ്ഥാപിച്ചിട്ടുണ്ട്. പശു നിൽക്കുന്ന ഇടം പുറകോട്ട് 5.5 അടി കഴിഞ്ഞ് 1/2 അടി താഴ്ത്തി ചാണകം താൽക്കാലികമായി സംഭരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. തൊഴുത്തിന്റെ മുൻവശത്തായി 2 അടി വീതിയിൽ പുൽത്തൊട്ടി നിർമ്മിച്ചിരിക്കുന്നു. നാര് കൂടുതലായി അടങ്ങിയിരിക്കുന്ന പച്ചപ്പുല്ലും ഇടയ്ക്ക് കുറച്ച് വൈക്കോലുമാണ് പ്രധാന ആഹാരം. കൂടാതെ 3 നേരവും കാലിത്തീറ്റയും കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഇതിനായി 3.5 ചാക്ക് കാലിത്തീറ്റ ആവശ്യമായി വരാറുണ്ട്. ഇവിടെ ഉൽപാദനശേഷിയുള്ള പശുക്കളാണെങ്കിൽ പോലും തൊഴുത്തും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യമായ പശുക്കൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാറില്ല. അഥവാ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇവിടുത്തെ തോപ്രാംകുടി വെറ്റിനറി സർജന്റെ സഹായം നമ്മൾ കിട്ടുന്നുണ്ട്. തുടർന്ന് നമുക്ക് ആത്മ പോലെയുള്ള സംഘത്തിൻ്റെയൊക്കെ പരിശീലന പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ബാക്കി കൃഷി മേഖലകളിലാണെങ്കിലും കൃഷി വകുപ്പിന്റെ സഹായവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പൊതുവെ ക്ഷീരകർഷകർ പശു വളർത്തൽ മേഖലയിൽ നഷ്ടത്തിലാണെന്നാണ് അവർ പറയുന്നത്. എങ്കിലും നമ്മൾ കൃത്യമായ ചിട്ടയായ ഭക്ഷണക്രമവും തീറ്റകളും പശുവിന് നൽകുന്നത് കൊണ്ട് നമ്മൾ ശരാശരി 20 പശുവിൽ നിന്ന് 300 ലിറ്റർ പാലോളം സൊസൈറ്റിയിൽ നൽകുന്നുണ്ട്. അതുമൂലം നമുക്കൊരു മാസം 1 ലക്ഷത്തിന് മേളിൽ ലാഭം നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പുല്ല് കൊടുത്തതിന് ശേഷം പുൽത്തൊട്ടിയിൽ തന്നെയാണ് കാലിത്തീറ്റയും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വെള്ളം കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് അതും ഈ പുൽത്തൊട്ടിയിൽ തന്നെ കൊടുക്കും. തീറ്റയും വെള്ളവും ദിവസവും 3 നേരം മാത്രം കൊടുക്കുന്ന പതിവാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്.
രാവിലെ തൊഴുത്ത് വൃത്തിയാക്കി കാലിത്തീറ്റയും വെള്ളവും കൊടുത്തതിനു ശേഷമാണ് കറവ ആരംഭിക്കുന്നത്. സഹായത്തിന് അമ്മയും ഭാര്യയും ഒപ്പമുണ്ടാകും. 20 പശുക്കളിൽ 12 എണ്ണം ഇപ്പോൾ കറവയുള്ളതാണ്. ബാക്കി 8 എണ്ണം 1 മാസത്തിനകം പ്രസവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. റോബിനും അമ്മയും കൂടിയാണ് കറന്നെടുക്കുന്നത്. കൈക്കറവയാണ്. പശുവിനെ കറക്കുന്ന ആൾ നഖം നീട്ടി വളർത്തരുത്. ഓരോ കറവയ്ക്ക് മുൻപും പിൻപും കൈകൾ സോപ്പോ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനി കൊണ്ട് അകിട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം. ആദ്യത്തെ പിഴിച്ചിൽ പുറത്തു കളയുക. പിന്നീട് 2 കൈയും ഉപയോഗിച്ച് പെട്ടെന്ന് കറന്നെടുക്കുകയും വേണം. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് പാൽ ചുരത്താനായി സഹായിക്കുന്നത്. ഇത് 1 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുകയും 7 മിനിറ്റിനുള്ളിൽ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ കറന്നെടുത്തിരിക്കണം. കറവ കഴിഞ്ഞ് മുലക്കാമ്പുകൾ ബെറ്റഡിൻ ലായനിയിൽ മുക്കുന്നത് നല്ലതാണ്. കറവ കഴിഞ്ഞുടൻ പശു കിടക്കാതിരിക്കാൻ തീറ്റ കൊടുക്കുന്നതും നല്ലതാണ്. കറവപാത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയവയായിരിക്കണം. പാൽ തോർത്തുപയോഗിച്ച് അരിച്ച് വലിയ ക്യാനിലേക്ക് ഒഴിക്കുന്നു. പ്രകൃതിയുടെ പോഷക സമ്പൂർണമായ ഒരു വരദാനമാണ് പാൽ. പശുവിൻ പാലിൽ കുറഞ്ഞത് 3.5% കൊഴുപ്പും 8.5% ഖരപദാർത്ഥങ്ങളും ബാക്കി 88% ജലവുമാണ്. ഖരപദാർത്ഥങ്ങളിൽ 4.8% ലാക്ടോസും 3% പ്രോട്ടീനും 0.7% ധാതുക്കളുമാണ്. എന്നാലും സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു മാധ്യമവുമാണ് പാൽ. അതുകൊണ്ടാണ് കറന്ന് 2 മണിക്കൂറിൽ കൂടുതൽ പച്ചപ്പാലായി സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. ഇവിടെ അരിച്ചെടുത്ത പാൽ സ്വന്തം ജീപ്പിൽ കയറ്റി തോപ്രാംകുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ എത്തിക്കും. രണ്ടു നേരവും സംഘത്തിൽ പാൽ കൊടുക്കുന്നുണ്ട്. കാലത്തും വൈകുന്നേരവും കൂടി 320 ലിറ്റർ പാൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ലിറ്ററിന് 31 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇവിടെ ശീതീകരിക്കാനുള്ള സംവിധാനവുമുണ്ട്. ഇവിടെ നിന്ന് മിൽമ സംഭരിക്കും. അവിടെ പാസ്ചറൈസ് ചെയ്ത് കവറിലാക്കി വിതരണം ചെയ്യുന്നു. നമുക്ക് ഏകദേശം ഇപ്പോൾ 3100 ലിറ്റർ ശരാശരി പ്രതിദിനം നമ്മളിവിടെ പാല് സംഭരിപ്പിക്കുമ്പോൾ നമ്മൾ കർഷകന് കൊടുക്കുന്ന ഈ വില നമുക്ക് തുച്ഛമായ, അതായത് ദൈനംദിനം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ, ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നടന്നു പോകാൻ വേണ്ട മാത്രം തുക ഈടാക്കിക്കൊണ്ട് ആ തുച്ഛമായ കമ്മീഷൻ എടുത്തുകൊണ്ട് ബാക്കി മൊത്തം കർഷകരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഘം എന്നും നിലകൊണ്ടിട്ടുള്ളത്. നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് യുവ കർഷകനായ റോബിൻ പൂച്ചപ്പുറം നമുക്ക് ഏകദേശം ഒരു ദിവസം പ്രതിദിനം 300-310 ലിറ്റർ പാലോളം ഈ സംഘത്തിൽ അളക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് നമ്മൾ ഒട്ടനവധിയായ പ്രോത്സാഹനങ്ങൾ നമ്മൾ ഈ സംഘത്തിൽ നിന്നും ചെയ്തു കൊടുക്കപ്പെടുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പിൽ നിന്നും കാലിത്തീറ്റ സബ്സിഡി നമ്മൾ കൊടുക്കപ്പെടുന്നുണ്ട്. അതുപോലെ തൊഴുത്തിനുള്ള സബ്സിഡി നമ്മൾ കൊടുക്കപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും കറവ മെഷീൻ തന്നെ നമ്മൾ ഈ ക്ഷീരവികസന വകുപ്പിൽ നിന്നും സബ്സിഡി ആയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ സർക്കാർ തലത്തിൽ നിന്നും മിൽമയുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഏത് ആനുകൂല്യങ്ങളും ഈ യുവ കർഷകന് കൊടുക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളതും ഇതിൽ പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ കർഷകരെയും അവരുടെ സംഘം എന്ന നിലയിൽ തന്നെയാണ്, അവരുടെ ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ അവരെ എല്ലാം പരിഗണിക്കുക. ഒരു കർഷകൻ പോലും ഇവിടെ വന്ന് പരാതി പറയാതെ നമ്മുടെ സംഘത്തെ അതിമനോഹരമായിട്ടാണ് അവർ നമ്മളോട് സഹകരിക്കുന്നത്. കാരണം അവർക്ക് ചെയ്തു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, കാലിത്തീറ്റ, പുൽകൃഷി, അതുപോലെ തന്നെ പാലിന് മാക്സിമം വില അവർക്ക് കൊടുക്കുകയും അവരുടെ ഏതാവശ്യങ്ങളിലും, അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ സഹായിക്കുന്നു. അങ്ങനെ ഏത് രീതിയിലും അവരുടേതായ ആവശ്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ തോപ്രാംകുടി ആപ്കോസിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. 12 പശുക്കൾക്ക് കറയുണ്ടെങ്കിലും ഒരു കിടാവ് പോലും ഇവിടെയില്ല. പ്രസവിച്ച് 1 മാസം വരെ പാൽ കുടിക്കാനായി നിർത്തും. അത് കഴിഞ്ഞ് ഒന്നിന് 4000 രൂപ നിരക്കിൽ വിൽക്കും.
3 നേരവും ചാണകം മാറ്റും. ഉച്ചയ്ക്ക് കുളിപ്പിക്കും. തണുപ്പടിക്കാതിരിക്കാൻ തറയിൽ റബ്ബർ മാറ്റ് ഇട്ടിരിക്കുന്നു. തൊഴുത്ത് വൃത്തിയാക്കി എടുക്കുന്ന ചാണകം വേറെ പറമ്പിലേക്ക് മാറ്റും. 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം ഈ ചാണകം വിൽപ്പനയിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാണ് റോബിൻ പറയുന്നത്. റോബിൻ തന്റെ പശുക്കളെ വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷത്തിലാണ് പരിപാലിക്കുന്നത്. കറവ കൃത്യസമയത്താണ്. താമസിച്ചാൽ പാൽ തനിയെ ചുരുത്തിക്കളയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എവിടെ പോയാലും കറവയുടെ സമയമാകുമ്പോൾ റോബിൻ വീട്ടിലെത്തിയിരിക്കും. ഇതുമാത്രമാണ് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. 2 ഏക്കറിൽ പുൽകൃഷി ചെയ്തിരിക്കുന്നു. യഥേഷ്ടം പച്ചപ്പുല്ല് തിന്നു വളരുന്ന പശുവിന്റെ പാലിനെയാണ് നേച്ചർ ഫ്രഷ് പാൽ എന്ന് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഉൽപാദന ചിലവ് കുറയ്ക്കുന്നതിന് തീറ്റപ്പുല്ല് കൃഷി വലിയ പങ്കാണ് വഹിക്കുന്നത്. ഹൈബ്രിഡ് നേപ്പിയർ അല്ലെങ്കിൽ CO3 എന്ന ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. പശുവിന്റെ ചാണകവും മൂത്രവും ധാരാളം ലഭിക്കുന്നതിനാലും കീടബാധ സാധാരണയായി ഏൽക്കാത്തതിനാലും കീടനാശിനിയോ രാസവളമോ ഇല്ലാതെ കൃഷി ചെയ്യാവുന്നതാണ് പുൽകൃഷി. പച്ചപ്പുല്ലിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുലോസിനെ ദഹിപ്പിച്ച് പാലായി മാറ്റുന്ന പ്രക്രിയയാണ് പശുക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് യഥേഷ്ടം പച്ചപ്പുല്ല് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമുള്ള ഈ പഞ്ചായത്തിലെ കർഷകർ വളരെയേറെ കഠിനാധ്വാന ശീലമുള്ളവരാണ്. ഈ കർഷകരിൽ ഇവിടെ കൃഷി ചെയ്ത കാർഷിക വിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊക്കോ, ജാതി, വിവിധ ഇനത്തിൽപ്പെട്ട പച്ചക്കറി വിളകൾ, കൂടാതെ കൂൾ സീസൺ വെജിറ്റബിൾസ്, അതായത് കാബേജ്, ക്യാരറ്റ് തുടങ്ങിയവയും പയർ, പാവൽ തുടങ്ങിയ പന്തലിൽ വളരുന്ന പച്ചക്കറികളും ആണ് പ്രധാനമായിട്ടുള്ളത്. കൂടാതെ മിക്കവാറും കർഷകരും കൃഷിയോടൊപ്പം കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ മൃഗസംരക്ഷണത്തിനും വ്യാപൃതരായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കർഷകരിൽ എടുത്തു പറയാവുന്ന ഒരു യുവ കർഷകനാണ് റോബിൻ പൂച്ചപ്പുറത്ത് എന്ന കർഷകൻ. ഇദ്ദേഹം 2013-14 ഇടുക്കി ഫെസ്റ്റിലും അതുപോലെ തന്നെ ആത്മയുടെ പരിപാടിയിലും അവാർഡ് ജേതാവാണ്. ഇദ്ദേഹം ഏകദേശം 2 ഏക്കർ സ്ഥലത്തോളം കൃഷിയുണ്ട്. ഇദ്ദേഹത്തിന് 1 ഏക്കർ സ്ഥലത്ത് പുൽകൃഷിയും 1 ഏക്കർ സ്ഥലത്ത് ഏത്തവാഴ കൃഷിയും കൂടാതെ വിവിധ ഇനം പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന നേട്ടം എന്നത് ഏകദേശം 20 സങ്കര ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള ഇനത്തിൽപ്പെട്ട 20 പശുക്കളെ അദ്ദേഹം വളർത്തുന്നുണ്ട്. ഒരു വലിയ പശു ഫാമിന്റെ ഉടമയാണ് അദ്ദേഹം. ഈ ഫാമില് പ്രധാനമായിട്ടും അദ്ദേഹം തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹം തന്നെയാണ് എല്ലാ കാർഷിക വൃത്തികളും ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയാവുന്ന നേട്ടം. 2011-2012 ആത്മയുടെ യുവ കർഷകനുള്ള അവാർഡ്, 2012-2013 മികച്ച കർഷകനുള്ള മിൽമ അവാർഡ്, 2014 ഇടുക്കി ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് തുടങ്ങിയവയും ഇദ്ദേഹത്തെ തേടിയെത്തി. കന്നുകാലി വളർത്തലിനോടൊപ്പം തന്നെ വാഴ, പയറ് തുടങ്ങിയവയും കൃഷി ചെയ്തിരിക്കുന്നു. ഇവിടെ 400 ഏത്തവാഴയാണ് നട്ടിരിക്കുന്നത്. സാധാരണയായി ഓഗസ്റ്റ് മാസത്തിലാണ് നടുന്നത്. 1.5 അടി താഴ്ചയിൽ കുരുകുത്തി കുമ്മായമിട്ട് 2 ദിവസം കഴിഞ്ഞ് 1.5 കുട്ട ചാണകപ്പൊടിയും കൂടി ചേർത്ത് കുഴച്ച് ഇടും. ഇതിലേക്കാണ് വാഴ വിത്ത് വെച്ച് മൂടുന്നത്. പിന്നെ 2 മാസത്തേക്ക് വളപ്രയോഗം ഒന്നുമില്ല. അതുകഴിഞ്ഞ് ഓരോ മാസവും തുടർച്ചയായി 3 മാസം ജൈവവളം ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല വേനൽക്കാലത്ത് ആഴ്ചയിൽ 1 പ്രാവശ്യം നനച്ചു കൊടുക്കാം. കാലാവസ്ഥ നല്ലതാണെങ്കിൽ 9 മാസം കൊണ്ട് വാഴ കുലയ്ക്കും. കുല വിളഞ്ഞു കിട്ടാൻ 2 മാസം കൂടി വേണം. വിപണനം VFPCK വഴിയായതുകൊണ്ട് നല്ല വിലയും ലഭിക്കും. ഒരു കുല 10 കിലോയിൽ കുറയാറില്ല എന്നാണ് റോബിൻ പറയുന്നത്. വാഴകൃഷി ഒരിക്കലും നഷ്ടം വരുത്താറില്ല. വാത്തിക്കുടി പഞ്ചായത്തിലെ 80% ആളുകളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുള്ളവരാണ്. ഇതിൽ എടുത്തു പറയാവുന്ന ഒരു യുവ കർഷകനാണ് റോബിൻ മാത്യു പൂച്ചപ്പുറത്ത്. അദ്ദേഹം മൃഗപരിപാലനത്തോടൊപ്പം മറ്റ് കാർഷിക വിളകളും അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആത്മ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി 2012-13 സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഴ പോലെ പയറും ഓഗസ്റ്റിൽ തന്നെയാണ് നടുന്നത്. 8 അടി അകലത്തിൽ വട്ടത്തിൽ തടമെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത 4ഉം 5ഉം വിത്തുകളാണ് നടുന്നത്. 1 ഏക്കറിൽ 500 മുതൽ 600 വരെ ചുവടുകൾ നടാൻ സാധിക്കും.
എല്ലുപൊടിയും ചാണകപ്പൊടിയുമാണ് സാധാരണയായി ഇട്ടുകൊടുക്കാറുള്ളത്. 1 മാസം കൊണ്ട് വള്ളി വീശി തുടങ്ങും. അപ്പോൾ പടർന്നു കയറാനായി പന്തൽ ഇട്ടുകൊടുക്കും. 2.5 മാസം മുതൽ കായ്ച്ചു തുടങ്ങും. അതിനു മുമ്പ് 2 വളപ്രയോഗം കൂടി നടത്താറുണ്ട്. ആഴ്ചയിൽ 3-4 ദിവസം വിളവെടുപ്പ് നടത്താറുണ്ട്. വിപണനം ഇതും PFPC വഴിയാണ്. 3 മാസം നല്ല വിളവ് ലഭിക്കും. ശരാശരി 1 ഏക്കറിന് ഒരു സീസണിൽ 7 ടൺ വരെ പയർ ലഭിക്കാറുണ്ട്. 1 കിലോ പയറിന് 35 രൂപ വില ലഭിക്കാറുണ്ട്. 1 ഏക്കറിന് എല്ലാ ചിലവും കഴിഞ്ഞ് 75,000 രൂപ വരെ ലഭിക്കാറുണ്ടെന്നാണ് റോബിൻ പറയുന്നത്. റോബിൻ പൂച്ചപ്പുറത്ത് നല്ലൊരു യുവകർഷകനാണ്. മൃഗപരിപാലനത്തോടൊപ്പം മറ്റ് കൃഷികളിലും നല്ല ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. ഞങ്ങളുടെ ആത്മയുടെ എല്ലാവിധ ക്ലാസ്സുകളിലും കറക്റ്റായി അറ്റൻഡ് ചെയ്യുകയും അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം ഫീൽഡിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഇവിടെ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ വന്നാൽ കാണാവുന്നതുമാണ്. ശുദ്ധമായ പാൽ ഉൽപാദനത്തിന് വൃത്തിയുള്ള തൊഴുത്ത്, ആരോഗ്യമുള്ള പശു, കറക്കുന്ന ആളിന്റെ ശുചിത്വം, ശരിയായ കറവ രീതി, ശുചിയായ പാത്രങ്ങൾ, ശരിയായ പാൽ ശേഖരണവും വിതരണവും ഇവ അത്യാവശ്യമാണ്. ഈ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും പാലിന്റെ ഗുണനിലവാരത്തിൽ യാതൊരു വീഴ്ചയും വരാതെ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ സംരംഭം ഒരിക്കലും പരാജയപ്പെടില്ല. 20 പശുക്കളുള്ള ഇദ്ദേഹം പുതിയ തൊഴുത്തും 50 HF ഇനം പശുക്കളെയും കൂടി വളർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതിലൂടെ 5 ലക്ഷം രൂപ ഒരു മാസം നേടാൻ സാധിക്കും എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. ഈ ലക്ഷ്യത്തിലെത്താൻ 1 വർഷം സമയം മതിയെന്നും റോബിൻ പറയുന്നു. ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കഠിനമായ പ്രവർത്തനവും കണ്ടാൽ 1 വർഷത്തിന് മുൻപേ ഈ ആഗ്രഹം സാധിച്ചെടുക്കും എന്നതിന് ഒരു സംശയവുമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹോർട്ടികോർപ്പിലൂടെ പച്ചക്കറി സംഭരണം, പച്ചക്കറി മൂല്യവർദ്ധനവിന് പദ്ധതി, മിത്ര സൂക്ഷ്മാണുക്കളും കുമിളുകളും വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും പച്ചക്കറി വിൽപ്പന നടത്താൻ ഹോർട്ടികോർപ്പ് സഹായം നൽകുന്നു. ഇതിനായി ഹോർട്ടികോർപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറെയോ റീജിയണൽ മാനേജർ പ്രോഡക്റ്റിനെയോ ഫോൺ മുഖേനയോ കത്ത് മുഖേനയോ വിവരം അറിയിക്കേണ്ടതാണ്. കത്തയക്കേണ്ട വിലാസവും ഫോൺ നമ്പറുകളും. ഫോൺ ഓഫീസ് 0471-235-9651. മാനേജിംഗ് ഡയറക്ടർ 9447754091. റീജിയണൽ മാനേജർ 9447246201. ബന്ധപ്പെടേണ്ട വിലാസം കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഉദയഗിരി, പൂജപ്പുര PO, തിരുവനന്തപുരം. പിൻകോഡ് 695012. കൃഷിവകുപ്പ് 72 തിരഞ്ഞെടുത്ത A ഗ്രേഡ് ക്ലസ്റ്ററുകൾ ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സംഘങ്ങളും മുഖേന ഗ്രാമ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ മൂല്യവർദ്ധന യൂണിറ്റുകൾ തുടങ്ങാൻ സഹായം നൽകുന്നു.
പച്ചക്കറി നിർജ്ജലീകരണം, പ്രീ പാക്കേജിംഗ്, കൂൾ സ്റ്റോറുകൾ, അച്ചാർ ഉൽപ്പന്നം തുടങ്ങിയ മൂല്യവർദ്ധനവിന് സാധ്യമായ മേഖലകളിൽ പരിശീലനം നൽകി യൂണിറ്റ് തുടങ്ങാനുള്ള സഹായം ലഭ്യമാക്കും. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം മുഖേനയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. സംസ്ഥാനത്തിന് അനുയോജ്യമായ 10 മിത്ര സൂക്ഷ്മാണുക്കൾ കേരളത്തിലെ മണ്ണിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുത്തവ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ലഭ്യമാണ്. സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്, ട്രൈക്കോഡർമ, PGPR മിക്സ് 2, അസോസ്പൈറലം, അസറ്റോബാക്ടർ, മൈക്കോറൈസ, കമ്പോസ്റ്റിംഗ് ഇനോക്കുലം, PGPR മിക്സ് 1, റൈസോബിയം തുടങ്ങിയ മിത്ര സൂക്ഷ്മാണുക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിലാസം: പ്രൊഫസർ ആൻഡ് ഹെഡ്, കാർഷിക മൈക്രോബയോളജി വിഭാഗം, കാർഷിക കോളേജ്, വെള്ളായണി. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8289 945595. ഫോൺ നമ്പർ 8289 945595. തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കൃഷിവകുപ്പിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ വരിക്കപ്ലാവ്, കുടംപുളി, സപ്പോട്ട, കശുമാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, പേര, ചാമ്പ, ചെറി എന്നിവയുടെ ലെയർ തൈകൾ, മൾട്ട നാരകം, അഗത്തി, കറിവേപ്പ്, ഗ്രാമ്പു, ആര്യവേപ്പ്, മുള്ളാത്തി, ലക്ഷ്മി തരു എന്നിവയുടെ തൈകൾ, വെണ്ട, പാവൽ, പടവലം, ചീര എന്നിവയുടെ വിത്ത് പാക്കറ്റുകൾ എന്നിവ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. കൂടാതെ പോട്ടിൻ മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകൾ 60 രൂപ നിരക്കിൽ ഇവിടെ നിന്നും ലഭ്യമാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ അടുത്ത ഘട്ടം കേരളത്തിലെ 14 ജില്ലകളിലും ഒക്ടോബർ 7 മുതൽ നവംബർ 4 വരെ നടപ്പിലാക്കുകയാണ്. പശു, എരുമ, പന്നി എന്നിവയെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതാണ്. ഉരുക്കളെ കുത്തിവയ്ക്കുന്നതിന് 5 രൂപ ഈടാക്കുന്നതാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ 0471 255651. മറ്റൊരു നമ്പർ 0471 325 6288. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു: 0471 255 6151. മറ്റൊരു നമ്പർ 0471 325 6288. പത്തനംതിട്ട കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ചക്ക ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. 3 ദിവസമാണ് പരിശീലനം. സംരംഭകർക്ക് 1 വർഷം ഇൻക്യുബേഷൻ ഹബിൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ സൗകര്യം നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0469 2662094. മറ്റൊരു നമ്പർ 0469 2661821. ആവർത്തിക്കുന്നു: 0469 2662094, 0469 2661821. കാലാവസ്ഥ: കണ്ണൂർ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.1, 26.1. കൊച്ചി 32, 24.6. ആലപ്പുഴ 34.2, 25.2. പുനലൂർ 35.6, 23.4. തിരുവനന്തപുരം 34, 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.